നല്ല ഭക്ഷണ രീതിയുടെയും വ്യായാമത്തിന്റെയും സന്ദേശവുമായി തൃശൂരിൽ 3000 പേർ അണിനിരുന്ന മെഗാ ഹാല കേരള നടന്നു. നല്ല ഭക്ഷണരീതിയും വ്യായാമവും അടങ്ങുന്ന ജീവിതശൈലിയുടെ സന്ദേശ പ്രചരണവുമായി അണിനിരുന്ന 3000-ലധികം ഹെർബ ലൈഫ് ഇൻഡിപെൻഡൻസ് അസോസിയേറ്റ്സ് അണിനിരുന്ന മെഗാ ഹാല മേള പരിപാടി തൃശൂർ വടക്കുന്നാഥ മൈതാനിയിൽ നടന്നു. ഡിസംബർ 7-ാം തീയതി ശനിയാഴ്ച വൈകിട്ട് 5 മണിക്ക് വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ തെക്കേ നട ഗോപുരത്തിൽ നിന്നും ആരംഭിച്ച് സന്ദേശ പ്രചരണ ജാഥ തൃശൂർ കോർപ്പറേഷൻ മേയർ MK വർഗീസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. ശാരീരികമായി ഊർജ്ജസ്വലതയോടെ ഇരിക്കുന്ന ഒരു കൂട്ടം ജനതയെ ഒരുമിച്ച് കണ്ടതിൽ സന്തോഷം പ്രകടിപ്പിച്ചു. എത്ര കാലം ജീവിച്ചു എന്നുള്ളതല്ല, അസുഖമില്ലാതെ എത്ര കാലം ജീവിക്കാം എന്നതാണ് മുഖ്യമായ കാര്യം. ജീവിതശൈലിയിൽ രോഗമില്ലാതെ ജീവിക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു വലിയ ജനതയെ ഇന്ന് കാണാൻ സാധിക്കും. നല്ല ഭക്ഷണത്തിലൂടെയും വ്യായാമത്തിലൂടെയും ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാമെന്ന് ഇതിനുവേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിച്ചു. ഈ മേഖലയിൽ 12 കൊല്ലത്തിലധികം പരിചയസമ്പന്നരായ P. രാജ്കുമാർ, കവിത രാജ്കുമാർ, രതീഷ് NS എന്നിവർ മേയറെ ആദരിച്ചു. 3000-ലധികം വെൽനസ് കോച്ചുമാർ 3 നിരകളിലായി സ്വരാജ് റൌണ്ടിനെ ബലം വെച്ച് തേക്കിൻകാടിന്റെ തെക്കേ ഗോപുര നടയിൽ സമ്മേളിച്ചു. 10 വർഷം മുൻപ് 50 പേർ തേക്കിൻകാട് മൈതാനിയിൽ നിന്ന് സ്വപ്നം കണ്ട ഒരു കൂട്ടായ്മയാണ് ഇന്ന് ഈ മൈതാനിയിൽ ഒത്തുചേർന്നിരിക്കുന്നത് എന്ന് P. രാജ്കുമാർ പറഞ്ഞു. 10 കൊല്ലം മുൻപ് ചില ഹോട്ടലുകളുടെ മുറികളിൽ കൂടിച്ചേർന്ന് ജീവിതശൈലിയെപ്പറ്റി പഠിപ്പിക്കുകയും ആളുകളിലേക്ക് എത്തിക്കുകയും ചെയ്തിരുന്ന ഒരു ടീം വളർന്നു വലുതായി മുറികൾക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് വന്ന് പൊതുജനങ്ങൾക്ക് സന്ദേശം പ്രചരിപ്പിക്കുന്ന രീതിയിലേക്ക് എത്തിച്ചേർന്നു എന്ന് രതീഷ് NS പറഞ്ഞു. ഇന്റർനാഷണൽ ട്രെയിനറായ സിജോ ഇലഞ്ഞിക്കാടൻ അദ്ദേഹത്തിന്റെയും സംഘത്തിന്റെയും നേതൃത്വത്തിൽ 3000-ലധികം വെൽനസ് കോച്ചുമാർ 1 മണിക്കൂർ നേരം വ്യായാമ മുറകൾ പ്രദർശിപ്പിച്ചു. 7:30 മണിയോടെ എല്ലാവരും പിരിഞ്ഞു.